ഇറാൻ്റെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. അത് വെടിവെക്കുകയും അതിന് പരിക്കേൽക്കുകയും കപ്പലിന് ട്രംപിൻ്റെ പ്രഖ്യാപനം ഞങ്ങൾ കപ്പലിൻ്റെ ക്യാബിൻ തുളച്ചു എന്നൊക്കെയായിരുന്നു. അത്തരത്തിൽ ഒരു കപ്പൽ പിടിച്ചെടുത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു പുതിയ വിവരം പുറത്തു വരുന്നത്, ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളുണ്ട്. MV ടൗസ്ക എന്ന് പറയുന്നത് വെറും ഒരു ചരക്ക് കപ്പൽ മാത്രമല്ല, മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ ചൈന ഇറാന് നൽകുന്നുണ്ട്. ആ സാമഗ്രികളുമായി പശ്ചിമേഷ്യയിലേക്ക് വന്ന കപ്പലാണ് എന്നാണ് ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന്. ചൈനയുടെ പങ്ക് ഇതോടുകൂടി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയാവുകയാണ്. പലപ്പോഴും ഒരു മധ്യസ്ഥൻ്റെ റോള് ചൈന വഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. പരോക്ഷമായി ചില പിന്തുണകൾ ഇറാൻ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം കൃത്യമാണ്. കാരണം ഇറാനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ്. സൈനിക തലത്തിൽ സഹകരണമുണ്ട്, നയതന്ത്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകളുണ്ട്. ഓയിൽ, ഒരുപക്ഷെ ഇറാൻ്റെ ഓയിൽ ഏറ്റവും അധികം വാങ്ങുന്ന ഒരു രാജ്യം ചൈനയാണ്. സ്വാഭാവികമായും ചൈനയ്ക്ക് ഇറാനെ കൈവിടാനാവില്ല. അപ്പോൾ ചൈനീസ് നിർമ്മിത മിസൈലുകളുടെ ഉപയോഗം ഇറാൻ നടത്തുന്നുണ്ട് എന്നും ഗൾഫ് രാജ്യങ്ങളിലടക്കം വീണ ഇറാൻ്റെ മിസൈലുകളിൽ ചൈനയുടെ മുദ്രയുണ്ട് എന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ നേതാവ് നിക്കി ഹേലി എക്സിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ ഒരു നയതന്ത്ര ബോംബായിരുന്നു ഇത്, ചൈന ഇറാനെ പിന്തുണയ്ക്കുന്നു, ഇത് അവഗണിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് എന്നൊക്കെ വ്യക്തമാക്കുകയാണ്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ ഇത്തരം MV ടൗസ്കയുമായി ബന്ധപ്പെട്ടാണ്, ഇതൊരു വെറും ചരക്ക് വാഹനമല്ല, മറിച്ച് ലോക സമാധാനം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നിഗൂഢതയുടെ തെളിവാണ് എന്നാണ് US റിപ്പബ്ലിക്കൻ നേതാവിൻ്റെ ആരോപണം. പക്ഷേ ഔദ്യോഗികമായി അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇറാൻ ചൈന ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ആരും അജയ്, പക്ഷേ അപ്പോഴും നേരത്തെ ഉണ്ടായ ചില ആക്ഷേപങ്ങൾ, ദുരൂഹതകൾ ചൈന പരസ്യമായി സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് തെളിവുകൾ അമേരിക്ക കിട്ടുന്നുവെന്ന് വേണമെങ്കിൽ കരുതാം. രഞ്ജിത്ത്, ഇപ്പോൾ ഈ MV ടൗസ്ക എന്ന് പറയുന്ന ഇറാൻ്റെ 900 അടി നീളമുള്ള ഈ ചരക്ക് കപ്പൽ ഇപ്പോഴും ഒരു ദുരൂഹതയായി തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ചരക്ക് കപ്പൽ എവിടേക്ക് പോവുകയായിരുന്നു, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്, ഈ ക്യാബിനകത്ത് നിന്ന് മറ്റ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നില്ല. ഇറാനും തങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള പ്രതികരണം ഈ MV ടൗസ്കയെ പറ്റി നടത്തിയിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു പുകമറ ഈ കപ്പലിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ ഈ കപ്പൽ എവിടെയാണ്, അതിന് എന്ത് സംബന്ധിച്ചു എന്ന് പോലും കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചില സിദ്ധാന്തങ്ങൾ, തിയറികൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നിക്കി ഹേലിയാണ് ഇപ്പോൾ ഈ ചൈനീസ് വാദം എടുത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇത് വലിയ തരത്തിലുള്ള ചർച്ച കൂടിയായിരിക്കുകയാണ്. അതായത് ഈ ഒരു കപ്പൽ, അത് കപ്പലിലൂടെ വന്നിരിക്കുന്നത് ഈ മിസൈൽ ഉണ്ടാക്കാനുള്ള വെടിമരുന്നുകളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും ഒക്കെയാണ് ഈ വന്നിരുന്നത്. ഇതിലൂടെ ചൈന ഇറാനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ്. ഈ ചൈനയും ഇറാനും തമ്മിൽ ഈ യുദ്ധത്തിൽ കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്നതിന് ഇതിനേക്കാൾ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നെല്ലാമാണ് നിക്കി ഹേലി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ എക്സ് വഴി ചോദിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കപ്പലിന് ചൈനീസ് ബന്ധമുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഈ കപ്പൽ എടുത്ത സെൻട്രൽ കമാൻഡോ അല്ലെങ്കിൽ US പ്രസിഡന്റായിട്ടുള്ള ട്രംപോ നിലവിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. ഈ കപ്പലിന് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായ സൂചന നൽകാനും ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ചൈനീസ് ആരോപണം കൂടി വന്ന സ്ഥിതിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ഈ US ആർമി പുറത്തുവിടും എന്നാണ് നിഗമനം. ശരി, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് ഇടപെടുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ് ഈ കടലിടുക്ക് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇറാനോ അമേരിക്കയ്ക്കോ മാത്രം ഈ തരത്തിൽ നിയന്ത്രിക്കാവുന്ന ഒന്നായി ഇതിനെ കാണരുത് എന്നാണ് ഇപ്പോൾ ഷീ ജിൻപിങ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ഇടപെടലുകൾ ഇനി ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും, വെടിനിർത്തൽ കരാർ തുടർന്നാൽ പോലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഷീ ജിൻ ഫോൺ സംഭാഷണം നടത്തി ഈ നിലപാട് വ്യക്തമാക്കി. ഹോർമുസ് ഉപരോധത്തിന് ശേഷം ഷീ ജിൻ നടത്തുന്ന ആദ്യ പ്രതികരണമാണിത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഹോർമുസ് ഉപരോധം കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വലിയ തോതിൽ ചൈനയുടെ ഓയിൽ ഉപയോഗത്തിൻ്റെ വലിയ തോതിൽ
തോതിലുള്ള എണ്ണ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഹോർമുസിലൂടെയാണ് വരുന്നത്. പക്ഷേ അതാണ് ആഗോള താൽപ്പര്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് തുറന്നിടേണ്ടത് അത്യാവശ്യമാണെന്ന് ഷീ ജിൻപിങ് പറയുന്നത്. ഉപരോധത്തിൻ്റെ കാര്യത്തിൽ ഇറാനെയോ അമേരിക്കയോ നേരിട്ട് കുറ്റപ്പെടുത്താതെ ചർച്ചകളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന ആവശ്യം ഷീ ജിൻപിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ പ്രതിസന്ധി കൂടിയാണ് ഈ ഷീ ജിൻപിങ്ങിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഹോർമുസിലെ ഉപരോധം അത് ഗൾഫ് രാജ്യങ്ങളെയും വലിയ തോതിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. ഹോർമുസിന് പകരം വഴികൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒരു പ്ലാൻ ബി ആണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സുരക്ഷാ ഭീഷണിയും ഗതാഗത തടസ്സങ്ങളും മറ്റും കണക്കിലെടുത്ത് പൈപ്പ് ലൈനുകളിലൂടെയും പുതിയ കരമാർഗങ്ങളിലൂടെയും വഴി എണ്ണ അതാത് രാജ്യങ്ങൾക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ UAEയും സൗദിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ആഗോള എണ്ണ വിപണിയെയും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ഒക്കെ ഹോർമുസ് ഉപരോധം ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനുള്ള ബദൽ സംവിധാനങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നത്. ഉദാഹരണമായി ഇപ്പോൾ ഇറാഖ് സിറിയ അതിർത്തി തുറന്നുകൊടുത്തു. ഇറാഖും സിറിയയും തമ്മിലുള്ള പ്രധാന അതിർത്തി കവാടമായ റാബിയ വീണ്ടും തുറന്ന് വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സിറിയ യുദ്ധത്തെ തുടർന്നാണ് ഈ പാത അടച്ചത്. ഇപ്പോൾ എണ്ണക്കടത്തിന് സുരക്ഷിതമായ ഒരു കരമാർഗമായി ഈ റാബിയ മേഖല ഇപ്പോൾ വികസിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റു ചില പൈപ്പ് ലൈൻ പദ്ധതികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ പേർഷ്യൻ ഗൾഫിന് സമീപമുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള യാംബു തുറമുഖത്തോടെ നീളുന്ന ഒരു 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ അബുദാബിയിലെ ഹബ്ഷാൻ എണ്ണപ്പാടത്തെ ഒമാൻ ഉൾക്കടലിലെ ഫുജൈറ തുറമുഖവുമായി ബന്ധപ്പെടുത്തുന്ന ACDOP പൈപ്പ് ലൈൻ എന്നിങ്ങനെ നിരവധി പൈപ്പ് ലൈനുകൾ കൂടി നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എണ്ണയുടെ നീക്കത്തിനുള്ള സുഗമമായ മാർഗങ്ങൾ തേടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. കാരണം പുതിയ ലോകക്രമത്തിൽ സാഹചര്യത്തിൽ ഇത്തരം ബദൽ മാർഗങ്ങൾ വേണം. അതിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് അല്ലെങ്കിൽ ആവശ്യമുള്ളത് ഗൾഫ് രാജ്യങ്ങൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അമേരിക്ക ഇറാൻ സംഘർഷം ഇങ്ങനെ തുടരുന്നതിനിടയിൽ റഷ്യ യുക്രൈൻ യുദ്ധം 5ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. നമുക്കറിയാം വളരെ പെട്ടെന്ന് 3-4 മാസങ്ങൾ കൊണ്ട് യുക്രൈനെ അവസാനിപ്പിക്കും, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കും എന്നായിരുന്നു വ്ളാഡിമിർ പുടിൻ്റെ വെല്ലുവിളി. പക്ഷേ ഇപ്പോൾ ഈ 5ാം വർഷം കടക്കുമ്പോഴും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പ്രതിരോധം നേരിടുകയാണ് റഷ്യ യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ്. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനെതിരെ പ്രത്യേക സൈനിക നടപടി പ്രഖ്യാപിക്കുന്നത്. കീവ് ഉടൻ വീഴുമെന്നും പുടിൻ വിചാരിച്ചതുപോലെ ഒരു ഭരണമാറ്റം സാധ്യമാകുമെന്നുമൊക്കെയാണ് ലോകം കരുതിയിരുന്നത്. എന്നാൽ ഈ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിയിരിക്കുകയാണ്. റഷ്യക്ക് ദിവസം 8,000 കോടി രൂപയാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചിലവ് വരുന്നത് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് എത്ര കോടി രൂപ റഷ്യക്ക് ചിലവായി എന്നുള്ളത് ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. 5 ലക്ഷത്തിലധികം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്ക് അതീവ ഗൗരവതരമായി കാണേണ്ടതാണ്. മറ്റൊന്ന്, സാമ്പത്തിക ഉപരോധങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നു. അത് റഷ്യയെ വലിയ തോതിൽ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ടായി. സൈനിക ഉപകരണങ്ങളുടെ വലിയൊരു ശേഖരം നശിപ്പിക്കപ്പെട്ടു. അതായത് 11,884-ലധികം ടാങ്കറുകൾ, അതിനൊക്കെ എത്ര കോടി രൂപ വില വരും എന്ന് നമ്മൾ ആലോചിക്കണം. 435 വിമാനങ്ങൾ തകർന്നു വീഴുന്നു. കപ്പലുകൾ, ബോട്ടുകൾ ഒക്കെ നശിക്കുന്നു. പലപ്പോഴും യുദ്ധതന്ത്രങ്ങൾ പിഴയ്ക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. റഷ്യൻ ടാങ്കറുകൾ വലിയ തോതിൽ നഷ്ടപ്പെടുന്നുണ്ട്. റഷ്യയുടെ ഭൗതിക സാഹചര്യങ്ങൾ, റോഡടക്കമുള്ള സംവിധാനങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ തയ്യാറാവുകയും ഇത് വലിയ തോതിൽ റഷ്യയ്ക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു. അതായത് റഷ്യൻ സൈന്യത്തിൻ്റെ പല വിധത്തിലുള്ള യുദ്ധോപകരണങ്ങൾ നശിക്കുന്നു. റഷ്യയുടെ വലിയ സാമ്പത്തിക മേഖല തകർന്ന സാഹചര്യമുണ്ടായിരുന്നു. റഷ്യയുടെ വ്യോമഗതാഗതം പൂർണ്ണമായും താറുമാറാകുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ റഷ്യ ആരംഭിച്ച ഒരു യുദ്ധത്തിൽ ട്രംപിനെ പോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു നേതാവായി ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ മാറുന്ന പശ്ചാത്തലത്തെ ഏറെ ഗൗരവത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. അതായത് ഏകദേശം $340 ബില്യൺ 28 ലക്ഷം കോടി രൂപ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് റഷ്യയുടേത് യുദ്ധത്തിൻ്റെ സ്ഥിതിയെ തുടർന്ന്. റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഇടിവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. GDP കുറയുന്നു. അങ്ങനെ പണപ്പെരുപ്പം വർദ്ധിക്കുന്നു. അങ്ങനെ ആകപ്പാടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കുന്ന ഒരു രാജ്യമായി റഷ്യ മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.